കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ മൂത്ത സഹോദരൻ അനോഷിനെ ഡിസ്ചാർജ് ചെയ്തു. ഇന്ന് 4:30യോടെയാണ് അനോഷിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. അന്നമനട പഞ്ചായത്തിലെ ആലത്തൂർ പഴൂപ്പാടം പാടശേഖരത്തിൽ അനധികൃത നിലം നികത്തൽ. 2 സ്വകാര്യ വ്യക്തികളാണ് തെരഞ്ഞെടുപ്പ് മറവിൽ പഞ്ചായത്ത് കൃഷി അധികൃതരുടെ ഒത്താശയോടെ വയൽ നികത്തുന്നത്. പറവൂർ SNDP യൂണിയന്റെ ശ്രീനാരായണ ദർശനോത്സവം മെയ് 1, 2, 3 തീയതികളിൽ ദർശനോത്സവം യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പാമ്പുകടിയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ അങ്കമാലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 10 വയസ്സുകാരൻ അനോഷ് പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിട്ടതായി മാനേജ്മെന്റ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര കോടാലി സ്വദേശികളായ സിൽജോ ജോൺസി ദമ്പതികളുടെ മകനാണ് അനോഷ്. മരണത്തെ മുഖാമുഖം കണ്ട നാളുകൾക്ക് ശേഷമാണ് ഈ 10 വയസ്സുകാരൻ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ 18 പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. വീട്ടിലെ ഹാളിൽ നിലത്ത് കിടന്നുറങ്ങുകയായിരുന്ന അനോഷിനും സഹോദരൻ അൽജോയ്ക്കും പുലർച്ചെ 2 മണിയോടെ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഭക്ഷണത്തിലെ അസ്വാഭാവികതയാണെന്ന് കരുതി ആദ്യം ജീരകവെള്ളം നൽകിയെങ്കിലും 5 മണിയോടെ കുട്ടികൾ കുഴഞ്ഞു വീണു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിൽ നിന്നും അതീവ വിഷമുള്ള വെള്ളിക്കെട്ടൻ പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പിനെക്കുറിച്ചുള്ള വിവരം ഉടൻ ആശുപത്രിയിൽ അറിയിക്കാൻ കഴിഞ്ഞത് ചികിത്സയിൽ നിർണായകമായി. ഉടൻ തന്നെ അനോഷിനെയും 8 വയസ്സുകാരനായ സഹോദരൻ അൽജോയെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ അൽജോ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ശ്വാസതടസ്സവും നാഡീവ്യൂഹത്തെ ബാധിച്ച തളർച്ചയും കാരണം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അനോഷിനെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഉടൻ തന്നെ വെന്റിലേറ്ററിൽ വിദഗ്ധ ചികിത്സയ്ക്കായി അപ്പോളോ അട്ലക്സ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 15 അംഗ വിദഗ്ധ മെഡിക്കൽ ടീം കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചു. ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം നിലച്ച സ്ഥിതിയിലായിരുന്ന കുട്ടിയെ വെന്റിലേറ്റർ, എക്മോ, ആന്റി സ്നേക് വെനം, ബ്രോങ്കോസ്കോപ്പി തുടങ്ങിയ ലൈഫ് സേവിംഗ് സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ഫൈബർ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പിയിലൂടെ ട്യൂബ് ശരിയായ സ്ഥാനത്തേക്ക് മാറ്റുകയും വായുസഞ്ചാരം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ശ്വാസനാളത്തിലെ മുറിവ് തുന്നിച്ചേർക്കുന്ന സങ്കീർണമായ ശസ്ത്രക്രിയ സുരക്ഷിതമാക്കാൻ അനോഷിനെ എക്മോ ചികിത്സയ്ക്കും വിധേയനാക്കി. അപ്പോളോ അട്ലക്സ് ആശുപത്രിയിലെ ആദ്യത്തെ പീഡിയാട്രിക് എക്മോ ചികിത്സയായിരുന്നു ഇത്. ചികിത്സയോട് അതിവേഗം പ്രതികരിച്ച അനോഷിനെ 3 ദിവസത്തിനുള്ളിൽ തന്നെ എക്മോ, വെന്റിലേറ്റർ സഹായങ്ങളിൽ നിന്നും മാറ്റാൻ സാധിച്ചു. തുടർന്ന് സാധാരണ നിലയിലേക്ക് മടങ്ങിയ അനോഷ് പരസഹായമില്ലാതെ ഭക്ഷണം കഴിക്കാനും നടക്കാനും ആരംഭിച്ചു. മികച്ച ചികിത്സ ലഭ്യമാക്കിയ അപ്പോളോ അട്ലക്സ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കും കുടുംബം നന്ദി അറിയിച്ചു. അനോഷ് എന്ന ബാലനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സങ്കീർണമായ ചികിത്സാ ദൗത്യത്തിൽ പങ്കാളികളായ വിദഗ്ധ സംഘത്തെ ആശുപത്രി മാനേജ്മെന്റ് അഭിനന്ദിച്ചു. പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ ദിനേശ് RP, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ അരുൺ ഗ്രേസ് റോയ് എന്നിവരുടെ ടീം ചികിത്സ നയിച്ചു. എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ബിനോയ് സേവ്യർ, ഡോക്ടർ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണന്റെ ശ്രീവത്സയുടെയും നേതൃത്വത്തിലുള്ള എക്മോ ടീം, ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ കാർഡിയോ തെറാസ്റ്റിക് ആൻഡ് വാക്സുലർ സർജറി ടീമിലെ ഡോക്ടർ റിനറ്റ് സെബാസ്റ്റ്യൻ, ഡോക്ടർ സുജിത് ചെറുവള്ളി എന്നിവർ ഈ ദൗത്യത്തിന്റെ പ്രധാന ഭാഗമായി. ജിജി ഡയസിന്റെ നേതൃത്വത്തിലുള്ള നഴ്സിംഗ് ടീമും ഫിസിയോതെറാപ്പി വിഭാഗവും മറ്റ് ആശുപത്രി ജീവനക്കാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിലൂടെയാണ് ഈ നേട്ടം സാധ്യമായത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പത്രസമ്മേളനത്തിൽ CEO ഡോക്ടർ ആബേൽ ജോർജ്, ഓപ്പറേഷൻസ് ഹെഡ് ഡോക്ടർ ദിൽഷാദ് തുണ്ടിപ്പറമ്പിൽ, ഷൈജു ദാമോദരൻ എന്നിവരോടൊപ്പം അനോഷിന്റെ മാതാപിതാക്കളായ സിൽജോയും ജോൺസിയും പങ്കെടുത്തു. അപ്പോളോ അട്ലക്സ് ആശുപത്രി ലോബിയിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP പങ്കെടുത്തു. അനോഷിനെ ചികിത്സിച്ച ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി അധികൃതരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രമുഖ കമന്റേറ്റർ ഷൈജു ദാമോദരൻ അനോഷിന് പ്രിയപ്പെട്ട മെസ്സി ജേഴ്സിയും ഫുട്ബോളും സമ്മാനമായി നൽകി. ആശുപത്രി ജീവനക്കാരുടെയും പ്രിയപ്പെട്ടവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയാണ് അനോഷ് ആശുപത്രി വിട്ടത്. മീഡിയ ടൈം, അങ്കമാലി. അന്നമനട പഞ്ചായത്തിലെ ആലത്തൂർ പഴൂപ്പാടം പാടശേഖരത്തിൽ അനധികൃത നിലം നികത്തൽ. 2 സ്വകാര്യ വ്യക്തികളാണ് തെരഞ്ഞെടുപ്പ് മറവിൽ പഞ്ചായത്ത് കൃഷി അധികൃതരുടെ ഒത്താശയോടെ വയൽ നികത്തുന്നത്. പ്രദേശത്തെ കർഷകർ ഇക്കാര്യം ഉന്നയിച്ച് നിരവധി പരാതി നൽകിയിരുന്നെങ്കിലും ഇതുവരെ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. അന്നമനട പഞ്ചായത്തിലെ ആലത്തൂർ പഴൂപ്പാടം പാടശേഖരത്തിൽ അനധികൃത നിലം നികത്തൽ വീണ്ടും വിവാദമാകുന്നു.
തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ തിരക്കിനിടെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഒഴിഞ്ഞ സമയത്താണ് പാടശേഖരത്തിൽ വ്യാപകമായ നികത്തൽ നടന്നുവെന്നാരോപിച്ച് കർഷകർ രംഗത്തെത്തിയത്. 2 സ്വകാര്യ വ്യക്തികൾ ചേർന്നാണ് കൃഷിയിടം നികത്തുന്നതെന്നും പഞ്ചായത്തിലെയും കൃഷിവകുപ്പിലെയും ചില ഉദ്യോഗസ്ഥരുടെ മൗനാനുകൂല്യത്തോടെയാണ് പ്രവർത്തനം നടക്കുന്നതെന്നും കർഷകർ ആരോപിക്കുന്നു. കൃഷിക്ക് നിർണായകമായിരുന്ന കുളത്തിലേക്കുള്ള നീർച്ചാലുകൾ നേരത്തെ തന്നെ നികത്തിയതായും ഇതിലൂടെ ജലസംഭരണ സംവിധാനം തകരാറിലായതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടുന്ന് കിഴക്കോട്ട് ഏതാണ്ട് ഒരു 15 ഏക്കറിൽ മേലെ സ്ഥലമുണ്ട്. കൃഷി ചെയ്യണ ഭൂമിയാണ്. ഈ ഭൂമിയിലേക്ക് കടന്നു പോകാൻ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഈ ഭാഗത്തൊരു റാമ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കനാൽ പോലെ വെള്ളം തിരിക്കാനായിട്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഒരടി വീതിയിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കെട്ടിയിട്ടാണ് വെച്ചിരുന്നത്. അത് പഞ്ചായത്ത് ഇടപെട്ട് അങ്ങേയറ്റം വരെ കെട്ടിക്കൊള്ളാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതില്ലാതെ ഇപ്പോൾ 4 ഇഞ്ച് വീതിയിൽ അപ്പുറവും ഇപ്പുറവും കെട്ടിയിട്ട് കിഴക്കേറ്റം വരെ അങ്ങ് കെട്ടി. മാത്രമല്ല ഒരു സൈഡ് പുറത്തേക്ക് വെച്ചിട്ട് കമ്പിവേലി വിട്ടു. ഒരു മനുഷ്യനും അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. ഞങ്ങൾ ഈ വഴിയിലൂടെ തന്നെയാണ് തോളിലും തലയിലും ഒക്കെ വെച്ച് അത്യാവശ്യ സാധനങ്ങൾ വിത്തൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇതാണ് അംഗം. ഞങ്ങൾക്ക് കടന്നു പോകാൻ യാതൊരു മാർഗവും ഇല്ല. അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ടല്ലോ അവിടെയുണ്ട് റാമ്പ് എന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങൾക്ക് കടന്നു പോകണമെങ്കിൽ ഇത് തന്നെയാണ് മാർഗം. ഈ കണ്ടത്തിൻ്റെ ഭാഗം അങ്ങേയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വരമ്പുണ്ട്. ആ വരമ്പയാണ് പിന്നെ എല്ലാ കണ്ടങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കണേ, മാറി മാറി. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വരമ്പ് കാണാനില്ലെങ്കിലും ഈ ഭാഗത്തിൻ്റെ അങ്ങേയറ്റം ഒരു വരമ്പുണ്ട്. അത് കൂടെയാണ് നടുക്ക് ഭാഗത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇതിലെ വെള്ളം വന്നാലേ ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്കൊക്കെ ഉള്ളവർക്ക് തിരിക്കാനും പറ്റുള്ളൂ. ഈ കണ്ടത്തിൻ്റെ പാടത്തിൻ്റെ നടുക്കുള്ളവർക്കൊക്കെ വെള്ളം തിരിക്കണമെങ്കിൽ ഇതിൽ തന്നെ വെള്ളം വേണം. ഒരു തൂമ്പ പോലും കടക്കാൻ ഇതിനകത്ത് കടന്ന് ഞങ്ങൾക്ക് ചിരണ്ടാൻ പറ്റില്ല. അതിന് മാത്രം വീതി ഇതിനുള്ളൂ. അത്ര വീതി ഇതിനകത്തുള്ളൂ. പിന്നെ എല്ലായിടത്തും റാമ്പുണ്ട്. ഒരു റാമ്പിൽ കൂടെ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടം നികത്തി ഓരോ വർഷവും നികത്തി ഇപ്പോൾ തന്നെ പുതിയ മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. നികത്തി പറമ്പാക്കി കഴിഞ്ഞു. ഇതിനൊപ്പം നീർച്ചാലിനോട് ചേർന്ന് കമ്പിവേലി കെട്ടി കാർഷിക ഉപകരണങ്ങൾ വയലിലേക്ക് എത്തിക്കാനുള്ള റാമ്പിലേക്കുള്ള പ്രവേശനം തടഞ്ഞതായും പരാതി ഉയരുന്നു. ഇതോടെ പാടശേഖരത്തിലെ കൃഷിപ്രവർത്തനങ്ങൾ ഗുരുതരമായി ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് കർഷകരുടെ ആരോപണം. ഇപ്പോഴത്തെ നിലം നികത്തൽ കേരള തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം വ്യക്തമായ നിയമലംഘനമാണെന്ന് അവർ വ്യക്തമാക്കുന്നു. ഈ നിയമപ്രകാരം പാടശേഖരങ്ങളും തണ്ണീർത്തടങ്ങളും അനധികൃതമായി നികത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. നിയമലംഘനം കണ്ടെത്തിയാൽ പിഴയും ക്രിമിനൽ നടപടികളും ഉൾപ്പെടെയുള്ള ശക്തമായ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി നികത്തൽ പ്രവർത്തനം നിർത്തിവെക്കുകയും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പാടശേഖര സമിതിയും കർഷകരും ആവശ്യപ്പെട്ടു. കൃഷിയിടങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത പക്ഷം പ്രദേശത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്കും ജലസംരക്ഷണത്തിനും ദീർഘകാല ആഘാതമുണ്ടാകുമെന്ന ആശങ്കയും ഉയരുന്നു. മീഡിയ ടൈം, മാള. കേരളത്തിൽ ബലാഫലം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കളമശ്ശേരി. മന്ത്രി പി രാജീവ് മുസ്ലിം ലീഗിലെ അബ്ദുൾ ഗഫൂറും ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ ഇരുമുന്നണികളും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. BDJSലെ MP ബിനുവാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. കളമശ്ശേരി കാലങ്ങളായി കടുത്ത രാഷ്ട്രീയ മത്സരങ്ങൾ നടക്കുന്ന ഇടമാണ്. വ്യാവസായിക അടിത്തറയും സംഘടിത തൊഴിലാളി ശൃംഖലകളും ചരിത്രപരമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കരുത്തു പകർന്നിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് നയിക്കുന്ന UDFും മുസ്ലിം ലീഗും ഇവിടെ ശക്തമായ സാന്നിധ്യം നിലനിർത്തുന്നു. ഇവിടുത്തെ തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഒന്നാകെ ശ്രദ്ധയാകർഷിക്കുന്നു. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗര വ്യവസായ മണ്ഡലങ്ങളിലൊന്നായ കളമശ്ശേരി ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വേദിയാകുന്നത്. നിലവിലെ MLAയും സംസ്ഥാന വ്യവസായ മന്ത്രിയുമായ പി രാജീവ് LDF സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുമ്പോൾ UDFനായി മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനും മുസ്ലിം ലീഗിൻ്റെ നേതാവുമായ VE അബ്ദുൾ ഗഫൂറും NDAക്കായി MP ബിനുവും ശക്തമായി മത്സരരംഗത്തുണ്ട്. കളമശ്ശേരിയെ കേരളത്തിലെ പ്രധാന വ്യവസായ സാങ്കേതിക കേന്ദ്രമായി ഉയർത്തുക, IT സ്റ്റാർട്ടപ്പ്, ചെറുകിട വ്യവസായ മേഖലകളിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, റോഡ് വികസനവും കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള ഗതാഗത സൗകര്യങ്ങളും ശക്തിപ്പെടുത്തുക, സാമൂഹ്യക്ഷേമ പദ്ധതികൾ വ്യാപിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളോടെയാണ് പി രാജീവ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത്.
മറുവശത്ത് UDF സ്ഥാനാർത്ഥി അബ്ദുൽ ഗഫൂർ നഗരസഭാ സേവനങ്ങളുടെ മെച്ചപ്പെടുത്തൽ, കുടിവെള്ള വിതരണ, മാലിന്യ സംസ്കരണം, ഗതാഗത കുരുക്ക് പരിഹാരം, യുവജന തൊഴിൽ പദ്ധതികൾ, ചെറുകിട വ്യാപാരികൾക്കും സാധാരണ കുടുംബങ്ങൾക്കും കൂടുതൽ പിന്തുണ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കൂടുതൽ വികസനം എന്നിവ മുൻനിർത്തിയാണ് ജനങ്ങളെ സമീപിച്ചത്. NDA സ്ഥാനാർത്ഥി MB ബിനു കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രാദേശിക പ്രയോജനം വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൗകര്യ വികസനം, സ്വകാര്യ നിക്ഷേപം ആകർഷിക്കൽ, മധ്യവർഗത്തിനും തൊഴിലാളി വിഭാഗങ്ങൾക്കും പ്രത്യേക ക്ഷേമ പദ്ധതികൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. വ്യവസായ വളർച്ച, തൊഴിലവസരങ്ങൾ, നഗരഗതാഗതം, റോഡ് വികസനം, മാലിന്യ നിർമ്മാർജ്ജനം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ വിഷയങ്ങളാണ് മണ്ഡലത്തിലെ പ്രധാന തിരഞ്ഞെടുപ്പ് ചർച്ചകൾ. നിലവിലെ വികസന തുടർച്ചയും ഭരണ നേട്ടങ്ങളും മുൻനിർത്തി LDF ശക്തമായി മുന്നേറ്റം പ്രതീക്ഷിക്കുമ്പോൾ നഗരജീവിത നിലവാരവും പ്രാദേശിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി UDF തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നു. അതേസമയം NDA സാമൂഹിക രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. വികസനത്തിന്റെ തുടർച്ചയ്ക്കും ഭരണമാറ്റത്തിനുമിടയിലെ നിർണായകമായ തെരഞ്ഞെടുപ്പായാണ് കളമശ്ശേരി മണ്ഡലത്തിലെ ഈ പോരാട്ടം വിലയിരുത്തപ്പെടുന്നത്. മണ്ഡലത്തിന്റെ ഭാവി വികസന പാത തീരുമാനിക്കുന്ന നിർണായക പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളമശ്ശേരി വ്യക്തമായ ഒരു വിധി നൽകി. CPIM-ലെ P. രാജീവ് 77,141 വോട്ടുകൾ നേടി വിജയിച്ചു. മുസ്ലിം ലീഗിലെ VE അബ്ദുൽ ഗഫൂറിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഇത്തവണ 2026 അതേ P. രാജീവും അതേ അബ്ദുൽ ഗഫൂറും വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ വിധി പ്രവചനാതീതമാണ്. കളമശ്ശേരി ആർക്കൊപ്പമെന്നാണ് ഇനി അറിയേണ്ടത്. ക്യാമറാമാൻ ടോജോടൊപ്പം അനഘ, മീഡിയ ടൈം. സനീഷ് കുമാർ ജോസഫ് UDF സ്ഥാനാർത്ഥിയായും ബിജു എസ് ചെറിയത്ത് LDF സ്ഥാനാർത്ഥിയായും മത്സരം കാഴ്ചവെക്കുന്ന ചാലക്കുടിയിൽ ഇത്തവണ മികച്ച മത്സരമാണ് നടന്നത്. വിജയം ഉറപ്പിച്ച് UDF-ഉം കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കുമെന്ന് LDF-ഉം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ NDA ഇവിടെ വലിയ വോട്ട് സമാഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാലക്കുടിയിൽ ഇത്തവണ പൊടിപാറുന്ന മത്സരമായിരുന്നു. സ്ഥാനാർത്ഥികളുടെ പ്രാദേശിക വികാരം വരെ ചർച്ചയായ മത്സരം. മത്സരാന്ത്യത്തിൽ വിജയം ആർക്കൊപ്പം നോക്കാം. വോട്ടെടുപ്പ് സമാപിച്ചതോടെ മണ്ഡലത്തിൽ ഇരുമുന്നണികളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ വിജയം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. അതേസമയം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് താൻ വിജയിക്കുമെന്ന ഉറച്ച നിലപാടിലാണ്. NDA സ്ഥാനാർത്ഥി ചാർലി പോൾ മണ്ഡലത്തിൽ നിർണായക ശക്തിയായി ഉയരുമെന്ന പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 1057 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സനീഷ് കുമാർ വിജയം നേടിയത്. അന്ന് മണ്ഡലത്തിന് പുതുമുഖമായിരുന്ന അദ്ദേഹം MLA ആയതിനു ശേഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ വലിയ സ്വീകാര്യത നേടുകയും ഇത് ഈ തിരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ വോട്ടായി മാറിയിട്ടുണ്ടെന്ന വിലയിരുത്തലിലാണ് പാർട്ടി. മറുവശത്ത് നാട്ടുകാരനായ സ്ഥാനാർത്ഥി എന്ന പരിഗണനയിൽ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് വിജയപ്രതീക്ഷയിലാണ് LDF. നഗരസഭാ കൗൺസിലറായ ദീർഘകാലം പ്രവർത്തിച്ച അനുഭവവും പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. LDF വോട്ട് ബാങ്കറിനൊപ്പം വ്യക്തിപരമായ സ്വാധീനവും സഹായകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഭരണവിരുദ്ധ വികാരവും ബിജു ചെറിയത്ത് കോൺഗ്രസിൽ നിന്ന് പാർട്ടി മാറിയതിനെ തുടർന്നുണ്ടായ അസന്തോഷവും മണ്ഡലത്തിൽ പ്രതികൂലമായി പ്രതിഫലിക്കാമെന്നാണ് UDF നേതാക്കളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വിജയം UDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇതിനിടെ NDA സ്ഥാനാർത്ഥി ചാർലി പോൾ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ്. ത്രികോണ പോരാട്ടത്തിന്റെ സാഹചര്യത്തിൽ ചാലക്കുടി മണ്ഡലത്തിലെ ഫലം നിർണായകമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ചാലക്കുടിയിൽ വികസനം ചർച്ചയായോ? ചാലക്കുടിയിൽ രാഷ്ട്രീയം മാത്രം ചർച്ചയായോ? സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചോ? പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഫലം പോലെ തന്നെയാകുമോ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരമാണ് ഇനി അറിയേണ്ടത്. അതിനായി കാത്തിരിക്കാം. ക്യാമറമാൻ ടോജോയോടൊപ്പം മാളവിക, മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ശ്രീനാരായണ ദർശനോത്സവം 30-ന് നടക്കുന്ന കൊടിമര ഘോഷയാത്രയോടെ മെയ് 1, 2, 3 തീയതികളിൽ നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മെയ് 1-ന് രാവിലെ 11-ന് ആരംഭിക്കുന്ന ദർശനോത്സവം SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും.
മെയ് 2 ദർശനോത്സവം SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യ അതിഥിയാകും. മെയ് 3 നടക്കുന്ന ദർശനോത്സവത്തിന്റെ സമാപന സമ്മേളനം പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ ജീവകാരുണ്യ പദ്ധതിയായ പുണ്യം പദ്ധതിയുടെ റീലോഞ്ചിംഗ് നടന്നു. റീലോഞ്ചിങ്ങിന്റെ ഭാഗമായി ചാരിറ്റി ബോക്സുകളുടെ വിതരണോദ്ഘാടനം അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TK ഷാജി പുത്തൻകാട്ടിൽ സലാമിന് നൽകി നിർവഹിച്ചു. KJ ശ്രീജിത്ത്, PK സത്യശീലൻ, MS സാജു, PM മൊയ്തീൻ, രാജീവൻ പിള്ള, കോർഡിനേറ്റർ PR ബാബു, വനിതാ വിംഗ് നേതാക്കളായ CC അനിത, സുപ്രഭ, നേഹ, സുമയ്യ, യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് കക്കറ, പ്രശാന്ത്, കമ്മിറ്റി അംഗങ്ങളായ ജയപ്രസാദ്, നജീബ്, ധനൻ, ത്രിദീപ്, കിഷോർ, ഹാഷിം, ഷയാസ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ മെയ് 2, 3 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 2 ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, തിരുസ്വരൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ, നേർച്ച പായസം, വെഞ്ചിരിപ്പ് എന്നിവ ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:30 നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നേർച്ച ഊട്ടാശീർവാദം നടത്തും. രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ അനു പാട്ടത്തിൽ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, സഹവികാരി വിക്ടർ തൊമ്മാന, ജനറൽ കൺവീനർ വിജോയ് കുറ്റിക്കാടൻ, കൈക്കാരന്മാരായ ആന്റോ ചതുരൻ, ജെയിംസ് കുറ്റിക്കാടൻ, പബ്ലിസിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ലിസൺ വടക്കേപ്പിടുക എന്നിവർ പങ്കെടുത്തു. പൗരസ്ത്യ കലതായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ പരിശുദ്ധ മാറൻ മാർ ആവ തൃതീയൻ കത്തോലിക്ക പാത്രിയാർക്കിസ് ബാവ 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിശുദ്ധ മാർ അഭിമലേഖ് തിമോത്തേയൂസ് തിരുമേനിയുടെ ഓർമ്മ തിരുനാളും ഇന്ത്യയിലെ ദിവംഗതരായ പിതാക്കന്മാരുടെ ഓർമ്മ ദിനവും മാർ അപ്രേം തിരുമേനിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളിൽ സംബന്ധിക്കാനാണ് അദ്ദേഹം വന്നത്. സിനഡ് സെക്രട്ടറിയും വിക്ടോറിയ ആൻഡ് ന്യൂസിലൻഡ് ബിഷപ്പുമായ മാർ ബെന്യാമിൻ ഏലിയ, ഈസ്റ്റേൺ USA ബിഷപ്പ് മാർ പൗലോസ് ബെഞ്ചമിൻ എന്നിവരും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. തൃശൂർ മർത്താമറിയം വലിയ പള്ളിയിൽ വെച്ച് മെത്രാപ്പൊലീത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർമാൻ അബി ജെ പൊന്മിനിശ്ശേരി, വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ്, സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് അംഗങ്ങൾ, വൈദികർ, സഭാവിശ്വാസികൾ എന്നിവർ ചേർന്ന് പാത്രിയാർക്കീസിന് സ്വീകരണം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ മൂത്ത സഹോദരൻ അനോഷിനെ ഡിസ്ചാർജ് ചെയ്തു. ഇന്ന് 4:30 അനോഷിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. അന്നമനട പഞ്ചായത്തിലെ ആലത്തൂർ പഴൂപ്പാടം പാടശേഖരത്തിൽ അനധികൃത നിലം നികത്തൽ. 2 സ്വകാര്യ വ്യക്തികളാണ് തെരഞ്ഞെടുപ്പ് മറവിൽ പഞ്ചായത്ത് കൃഷി അധികൃതരുടെ ഒത്താശയോടെ വയൽ നികത്തുന്നത്. പറവൂർ SNDP യൂണിയന്റെ ശ്രീനാരായണ ദർശനോത്സവം മെയ് 1, 2, 3 തീയതികളിൽ ദർശനോത്സവം യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.